പലതും ദഹിക്കാതെ കിടക്കുന്നത്. പക്ഷെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഇത്രയും ഇതൊരു ഭയങ്കര വലിയ ടെക്നോളജിയാണ്. ഓക്കെ, ഇതുപോലെ വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പം ഇതിനെ അനുഭവിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അതെ, ഇതിനെ സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. ഇതിനെ സൂക്ഷിക്കാതെ കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് ദഹനക്കേടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഞങ്ങൾ യൂട്യൂബിലെ ലൈവ് ഉള്ളൂ, ഇത് യൂണിവേഴ്സലി ലൈവാണ്. അതെ, യൂണിവേഴ്സലി ലൈവാണ്. യൂട്യൂബിലെ കാര്യമൊന്നുമില്ല, മനസ്സിലായേ? പക്ഷെ ഇത് നമ്മൾ യൂണിവേഴ്സ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിൽ ഈ പ്രപഞ്ചത്തിന്റെ അനന്തതയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. അത് ഇത് ആരും കാണുന്നില്ല, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ആരും കാണത്തില്ല, അതുകൊണ്ട് എനിക്ക് തോന്നിയാസം ചെയ്യാമെന്നും പറഞ്ഞാൽ പല ആൾക്കാരും കിടന്നുകൊണ്ട് തലയുകുത്തി പറയണത്, മനസ്സിലായ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ആരും കാണത്തില്ലെന്ന് പറഞ്ഞ് തന്നെത്താൻ വൃത്തികേട് ചെയ്ത് നരയിക്കണം ഓരോരുത്തരും. അത് അങ്ങനെ നരയിക്കുന്നുണ്ടാണ് മറ്റൊരാളെ ആക്ഷേപിക്കാനും ചീത്ത പറയാനൊക്കെ പോകുന്നത്. കാരണം ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ അവനിട്ടൊരു പണി കൊടുത്ത് കേട്ടാ. പക്ഷെ ഇവന് 8ന്റെ പണി കിട്ടിയിട്ടാണ് ഇവന് മറ്റൊരുത്തിന് പണി കൊടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരുത്തിനൊരു പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ ഓൾറെഡി പണിയിൽ പെട്ട് കിടക്കുകയാണ്, മനസ്സിലായ? പണിയിൽ പെട്ട് കിടക്കാത്ത ഒരാൾക്കും ആരോടും ദ്രോഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ദ്രോഹം കൊണ്ട് നിറഞ്ഞതിന് ശേഷം മാത്രമേ മറ്റൊരാളെ ദ്രോഹിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം ശരിക്കുമുള്ള സ്നേഹമാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞതിന് ശേഷം അത് പിന്നെ ഒരിക്കലും പോകത്തില്ല. മനസ്സിലായി? സ്നേഹമാണെങ്കിൽ ആ സ്നേഹം പോകത്തില്ല, അത് നിത്യമാണ്. മനസ്സിലായേ? ഇതുവരെ ഞാൻ സ്നേഹിച്ചിട്ട് അവൻ എന്നോട് തിരിച്ച് മോശമായിട്ട് പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ അവനോട് അങ്ങനെ കാണിച്ചത്. സ്നേഹമാണെങ്കിൽ അത് എന്നും സ്നേഹമാണ്. മനസ്സിലായ? അല്ലാണ്ട് അയാളെ ഞാൻ സ്നേഹിച്ചിട്ട് തിരിച്ചുള്ള പ്രതികരണം മോശമായതുകൊണ്ട് ഞാൻ തിരിച്ചൊരു പണി കൊടുത്ത്, അതായത് സ്നേഹമില്ലായിരുന്നു എനിക്ക്. മനസ്സിലായി? എന്നിൽ സ്നേഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ല, മനസ്സിലായ? അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല. ഇത് പക്കാ സിമ്പിൾ അല്ലേ? ഇത് എപ്പോഴും സിമ്പിളാണ്, മനസ്സിലായത്? അങ്ങനെയേ വർക്ക് ചെയ്യത്തുള്ളൂ. എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇത് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻസ് ആണ്. കാരണം ഈ ഇൻ്റലിജൻസ് എന്താ ചെയ്യുന്നത്? ഇതുമായിട്ട് ഇതിനെ ടച്ച് ചെയ്യുന്നത്, സ്പർശിക്കുന്നത് എന്താണ്? ഇത് എത്രത്തോളം സ്പർശിക്കുന്നത്? അപ്പോൾ നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ സ്പർശിക്കുമ്പോൾ അതിനെ ദഹിപ്പിക്കണേന്ന്. അതിനെ ദഹിപ്പിച്ചാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ ജീവിതം അവിടെയാണ് മെച്ചപ്പെടുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ദഹിപ്പിക്കാനുള്ള പവറാണ് കൂടുന്നത്. അങ്ങനെ വന്ന് കാത് കേട്ട കാര്യങ്ങളെ അവിടെ ദഹിപ്പിച്ച് കളയുമ്പോൾ വീണ്ടും ആകാശത്ത് സ്പേസിൽ സ്വതന്ത്രനായി. പിന്നെ കാഴ്ചയുടെ ഭാഗം ദഹിപ്പിക്കുക. ഈ കണ്ടതൊന്നുമല്ല, അതൊക്കെ മേലെ ഉണ്ട്. ഈ കണ്ടതിലൊന്നിലും നിൽക്കണില്ല. ഈ കണ്ടതിലാണ് നിൽക്കുന്നെങ്കിൽ മരണപ്പെട്ടു പോകുന്നു. ഈ കണ്ടതിനെ ദഹിപ്പിക്കുമ്പോൾ നമ്മൾ അടുത്ത തലത്തിലോട്ട് മാറുന്നു. അതാണ് ജീവിതം. മരണമാണ് ഇവിടെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ മരണം ഫോക്കസ് ചെയ്യണ്ട, ജനനം ഫോക്കസ് ചെയ്ത് നിരന്തരം നമ്മളിൽ പുതിയ പുതിയ ആശയങ്ങൾ, അനുഭവങ്ങൾ ഇതെല്ലാം ജനിച്ചു വരികയും അങ്ങനെ നമ്മൾ തന്നെ ഒരു ജനനത്തെ പറ്റി ഒരു കൃഷിയിടം പോലെ ആകുകയും നമ്മൾ പുതിയ പുതിയ ആശയങ്ങൾ ജനിച്ചു വരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം ജനിച്ചില്ലേ, ഇനി നമ്മളിൽ മറ്റൊന്ന് ജനിക്കാനുള്ള അവസരം കൊടുക്കരുതും. നമ്മൾ ജീവിക്കാനുള്ള ഭാഗത്തോട്ട് പോകണം. പുതിയ ആശയങ്ങൾ ജനിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആശയങ്ങൾ ജനിക്കരുതെന്നാണ് പറയുന്നത്. അതെ, ജനിക്കരുതും. നമ്മൾ ജീവിച്ചാൽ മതി. നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും ശൂന്യതയല്ലേ. ആശയങ്ങൾ ജനിക്കുമ്പോൾ ആശയവും എൻ്റെ ശരീരവും കൂടി ചേർന്നിട്ട് പുതിയ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കും. വീണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പുനർജന്മം ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഒന്നും വരത്തില്ല. അനുഭവത്തിൽ തുടരാം, മനസ്സിലായ? മറ്റേ പുനർജന്മം എടുക്കാൻ മനസ്സിലായ? പുനർജന്മം എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ മുൻജന്മത്തിന്റെ ഭാഗം അവിടെ മെമ്മറിയിലുണ്ടാവും. പുനർജന്മമാണ് എടുക്കുന്നെങ്കിൽ മുൻജന്മത്തിന്റെ ട്രോമ ഉണ്ടാവും.
പുനർജന്മം എടുക്കുന്നവന് മുൻജന്മത്തിൻ്റെ ഭാഗം ഉണ്ടാവും. പുനർജന്മം എടുക്കുന്നില്ലെങ്കിൽ അവിടെ മുൻജന്മം എന്ന് പറഞ്ഞ ഭാഗമില്ല. പുനർജന്മം എടുക്കുന്നവനാണ് മുൻജന്മം ഉള്ളത്. അപ്പോൾ പുനർജന്മം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ മുൻജന്മത്തിൻ്റെ ട്രോമയില്ല. കാരണം ആ ജനിച്ച അവസ്ഥയിൽ തുടരുകയും അവിടെ എപ്പോഴും അവിടെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മനോഹരമാണ്. കാരണം മനോഹരമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ആന്തരിക അവയവങ്ങളും എല്ലാം സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ അനുഭവത്തിൽ തുടരുന്നു. അവിടെ വേറെ ഒന്നും ജനിക്കേണ്ട കാര്യമില്ലല്ലോ.